guys, welcome back to another video. ഞാൻ നാട്ടിൽ പൂരൊക്കെ കണ്ടിട്ട് തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടോ. അപ്പം നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ടെഡീനെ സാബിഡ് എടുത്താക്കിയിട്ടാണ് പോയത്. തിരിച്ചെത്തിയ പാടെ തന്നെ ഇപ്പോൾ ഇതാ ടെഡീനെ എടുക്കാനായിട്ട് പോവാണ്. സാബിഡ് പ്ലേസ് കെങ്കേരിയാണ് കേട്ടോ. ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് ഒരു 46 കിലോമീറ്റേഴ്സ് ഉണ്ടാവും കെങ്കേരിയിലേക്ക്. നോർമലി ഒരു 1 hour പോകാൻ പറ്റുന്നത് ഇന്ന് 2 hours എടുത്തിട്ടാണ് ഞാൻ റീച്ച് ആയത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വൺ ഓഫ് മൈ ഫേവറേറ്റ് കാറായ BYD കണ്ടത്. കുറച്ചു നേരം അതിനെ ചുറ്റിപ്പറ്റി പോയി. ഇൻഷാല്ല വൺ ഡേ ദേ പോകുന്ന ഒരു ഹെർബാ ലൈഫിൻ്റെ ഓട്ടോ. നിങ്ങൾക്കറിയോ ഹെർബാ ലൈഫിനെ പറ്റി അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണം. നല്ല ചൂടായതുകൊണ്ട് ഒന്ന് തണുപ്പിക്കാന്ന് കരുതി ഒരു മാംഗോ ജ്യൂസ് വാങ്ങിയിട്ടോ. അത് വിട്ട് നമുക്കൊരു കളിയില്ല. അങ്ങനെ ജ്യൂസ് കുടിച്ച് ഇറങ്ങുമ്പോഴാണ് ഒരു ബയ്യ അവിടുന്ന് മസ്ക് മെലൺ വിൽക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഷമാമ 3 kg 100 रुपए. അങ്ങനെ ഒരു ഷമാമ വാങ്ങാൻ പോയി ഞാൻ 3 കിലോ ഷമാമും വാങ്ങിയിട്ട് പോയി. ആക്ച്വലി ഞാൻ നൈസ് റോഡ് കൂടെയാണ് കേട്ടോ ഇന്ന് കെങ്കേരിയിലേക്ക് പോയത്. കാരണം ഇതാകുമ്പോൾ നമുക്ക് ട്രാഫിക് ഇല്ലാതെ ഈസി ആയിട്ട് പോകാൻ പറ്റും. ടോള് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടോള് കൊടുത്താലും പ്രശ്നമില്ല. ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് നമ്മൾ ട്രാഫിക്കിൽ നിന്ന് കഴിഞ്ഞ് പോകണ്ടല്ലോ. അങ്ങനെ ആഫ്റ്റർ ദി ലോങ് ഡ്രൈവ് നമ്മൾ ടെഡീൻ്റെ അടുത്ത് എത്തിയിട്ടോ. ആള് കണ്ടപ്പോൾ തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതിനുശേഷം പിന്നെ ടെഡിക്ക് മനസ്സിലായി ടെഡീനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്ന്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് കാണാനുണ്ട്. കൊണ്ടുവന്ന ബാഗൊക്കെ ചെക്ക് ചെയ്ത് പോകാനൊക്കെ സാബിക്കാക്കാനോടൊക്കെ ബൈയൊക്കെ പറഞ്ഞിട്ട് ടെഡി സെറ്റായിട്ട് നിൽക്കുകയാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നിട്ടോ. ലിഫ്റ്റിൽ കയറിയപ്പോൾ ചെറുതായി ഒന്ന് പതരെങ്കിലും പുറത്തെത്തിയപ്പോൾ ആൾ ഓക്കെ ആയി. അങ്ങനെ അവിടുത്തെ 2 റൗണ്ടൊക്കെ നടന്ന് തിരിച്ചു വരുമ്പോഴാണ് ടെഡി വണ്ടി കണ്ടത്. വണ്ടി കണ്ടപ്പോൾ തന്നെ ടെഡിയുടെ സന്തോഷം നോക്കി. ഇവൾക്ക് പുറത്ത് കറങ്ങാന്നുള്ളതിൻ്റെ അപ്പുറത്തെ ഹാപ്പിനെസ് കിട്ടുന്ന വേറെ ഒരു കാര്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ടെഡീനെ ബാഗിലേക്ക് കയറ്റിയിട്ടോ. സാധാരണ പുറത്ത് പോകുമ്പോൾ ഒന്നും ബാഗ് യൂസ് ചെയ്യാറില്ല. അവൾ വണ്ടിയിൽ തന്നെ നല്ല കൂളായിട്ടിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം ഒരു ലോങ് റൈഡ് ആയതുകൊണ്ടാണ് ബാഗ് യൂസ് ചെയ്തത്. പക്ഷേ ആളൊരു 2 minutes കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിട്ടോ. ബിക്കോസ് ഷീ ഈസ് കംഫർട്ടബിൾ വിത്ത് ബാഗ്. അങ്ങനെ വീണ്ടും ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച് പണ്ടാരടങ്ങി. ഇതിന് മേലെ ഞാൻ ഒരു താജ്മഹൽ പണിയണം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.